ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നൊരു ഉച്ചയ്ക്ക് ശേഷമുള്ള വീഡിയോ തന്നെയാണ് കേട്ടോ. ഉച്ചയ്ക്ക് ശേഷം രാത്രി ഫുഡ് ഉണ്ടാക്കുന്നതും പിന്നെ വൈകുന്നേരത്തെ ചായൻ്റെ പലഹാരവും അങ്ങനെയെല്ലാം ഉണ്ടാക്കുന്നതായിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇതിൽ നല്ല കടലക്കറിൻ്റെ റെസിപ്പിയും ഉണ്ട്, പിന്നെ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കടലക്കറിൻ്റെ റെസിപ്പിയും ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, കമൻറ്റെല്ലാം ചെയ്യാൻ മറന്നേക്കല്ലേ. നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറന്നേക്കല്ലേ. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു ഇലയടേൻ്റെ റെസിപ്പിയും ഉണ്ട് കേട്ടോ. അപ്പം പിന്നെ നമുക്കിതാ വീഡിയോയിലേക്ക് പോകാം കേട്ടോ. അപ്പം ഞാൻ ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നിട്ടുണ്ടായിന്. ഇന്നത്തെ വൈകുന്നേരത്തെ ചായൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ ഇലയടയാണ് കേട്ടോ. അപ്പം ഇലയില്ലാത്ത അടയാണ് കേട്ടോ. ഇല ഇവിടെ പിന്നെ കുറവാണ് കേട്ടോ, ഇലയില്ല. അപ്പം ഇലയില്ലാണ്ട് അടയാക്കാൻ വിചാരിച്ച്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് വെള്ളം പിന്നെ ഉരുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 3.5 കഷ്ണം വെള്ളം എടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും മതിയാവട്ടെ. ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ അടുപ്പിൽ വെക്കുന്നുണ്ട് കേട്ടോ. ഈ വെള്ളം എങ്ങനെയാണ് സ്റ്റോർ ചെയ്യലെന്ന് എനിക്കറിയില്ല കേട്ടോ. ഒന്ന് ആർക്കെങ്കിലും അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. അപ്പം അളൂലെല്ലാം ഇട്ട് വെക്കുമ്പോൾ എനിക്ക് ഇങ്ങനെ വെള്ളമായിട്ട് പോകുന്നു കേട്ടോ. അപ്പോൾ ലൂസായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പിന്നെ വാങ്ങിച്ചത് ആ കൊട്ടയിൽ തന്നെ ഇട്ടിട്ട് വെക്കലാണ് കേട്ടോ. അപ്പം പിന്നെ വേറെ എന്തെങ്കിലും രീതിയിൽ പിന്നെ ഇത് സൂക്ഷിക്കാൻ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. അപ്പോൾ പിന്നെ ഇലയടക്ക് വേണ്ട പിന്നെ അരിപ്പൊടി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, പത്തിലിനും പിന്നെ പച്ചരിയും പുഴുങ്ങലരിയും കൂടിയിട്ട് പൊടിച്ചെടുത്തതാണ് കേട്ടോ ഈ അരിപ്പൊടി. അപ്പോൾ പിന്നെ ഇത് കുറച്ച് അധികം തന്നെ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. രാത്രിയിലേക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ എടുക്കുന്നുണ്ട്. അപ്പം രാത്രി ഞാൻ നൂൽപുട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഇന്ന് മക്കൾ പറഞ്ഞിട്ടുണ്ടായി ഇന്ന് നൂൽപുട്ടുവാണെന്ന്. അപ്പോൾ നൂൽപുട്ട് ഉണ്ടാക്കാൻ വിചാരിച്ച് അപ്പോൾ അത് രണ്ടും കൂടിയിട്ട് ഒന്നിച്ച് കുഴച്ചെടുക്കാൻ വിചാരിച്ചേട്ടാ. അപ്പോൾ നൂൽപുട്ടിന് ഞാൻ പച്ചവെള്ളത്തിൽ തന്നെയാണ് കുഴച്ചെടുക്കൽ. പച്ചവെള്ളത്തിൽ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുഴച്ചെടുക്കലാണ്. അപ്പോൾ രണ്ടിനും കൂടിയിട്ട് വേറെ വേറെ ആയിട്ട് കുഴച്ചെടുക്കുമ്പോൾ പിന്നെ 2 പണിയാവുമല്ലോ. നല്ല പിന്നെ 2 കൂട്ടം കുഴച്ചെടുക്കണം. അപ്പോൾ നേരത്തെ ഇങ്ങനെ പിന്നെ ഇലയുടെ ആക്കുമ്പോൾ തന്നെ അതിന് കുറച്ച് കൂടെ കൂടുതലിട്ടിട്ട് കുഴച്ചെടുക്കാൻ വിചാരിച്ച്. അപ്പോൾ ഇലയടക്കും ഞാൻ ഇതേപോലെ തന്നെയാണ് കുഴക്കൽ. അപ്പോൾ നമുക്ക് ഇലയടക്ക് വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഈ അരിപ്പൊടിയിൽ തേങ്ങയും ജീരകമെല്ലാം ഒതുക്കിയിട്ട് കൂട്ടിയിട്ട് ഇടാട്ടോ. അന്നേരം പിന്നെ നല്ല ടേസ്റ്റാണ്. ഓരോരിക്കൽ ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ടും കുഴപ്പമില്ല കേട്ടോ, രണ്ടും ഒരേ ടേസ്റ്റാണ് ഞാൻ. അപ്പോൾ ശർക്കരയെല്ലാം ഉരുക്കി വന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ തേങ്ങ ഒന്നായിട്ട് ചരച്ച് വെച്ചിട്ടുണ്ട്. അതിന് കറിക്ക് വേണ്ട തേങ്ങയും പിന്നെ ഇതിന് വേണ്ട തേങ്ങയും എല്ലാം ചരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കുറച്ച് സവാളയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ചേർത്ത് കൊടുത്താൽ നമുക്ക് ഈ പണ്ടത്തിന് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പം പിന്നെ നമുക്ക് ആ പണ്ടം നല്ലൊരു മണവും കിട്ടും, നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ പിന്നെ ഏകദേശം ഒരു അരമുറിയിൽ കുറച്ച് കുറവായിട്ടാണ് കേട്ടോ ഞാൻ പിന്നെ ഇലയടക്ക് തേങ്ങ എടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഞാൻ മാവ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ബാക്കി ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ, രാത്രിയിലേക്ക് നൂൽപുട്ട് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ പണ്ടത്തിലേക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കുക കേട്ടോ. ചെറിയ ജീരകമായാലും വലിയ ജീരകമായാലും കുഴപ്പമില്ല, ഏതായാലും കുറച്ച് ഏകദേശം ഒരു 1/4 ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇലയടക്ക് വേണ്ട പിന്നെ ഇതേപോലെ ബോൾസ് ആക്കിയിട്ട് വെക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ചൂടാ വിചാരിച്ച്. അപ്പോൾ ഇങ്ങനെ കുറച്ച് എളുപ്പമില്ല പണിയെല്ലാം ഇങ്ങനെ എടുത്ത് വെച്ചാൽ നമുക്ക് ചൂടുമ്പോൾ ഒന്നും വലിയ പണിയൊന്നും കാണൂല. ഇങ്ങനെ ബോൾസാക്കി വെച്ചാലും ഇല്ലെങ്കിൽ ഓരോന്നിങ്ങനെ ബോൾസാക്കി ഉരുട്ടി അങ്ങനെ പിന്നെ ഇലയുടെ ആക്കും പോലെ ചൂടുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ പണ്ടായിട്ടുണ്ട് കേട്ടോ, ഏകദേശം ആയിട്ടുണ്ട്. കുറച്ചൊരു പിന്നെ വെള്ളത്തിൻ്റെ പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് തിക്കാവുമെന്ന് അറിയില്ല, തിക്കായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുണ്ടായിന്. ഇനി ഇത് മാറ്റി വെക്കാം കേട്ടോ. ആ സമയം പിന്നെ ഇലയുടെ ആക്കുമ്പോഴത്തേക്ക് വെള്ളം ചൂടാവട്ടെ കേട്ടോ. ആവിക്ക് വെക്കുന്ന പാത്രത്തിൽ വെള്ളം ചൂടാവട്ടെ. അപ്പം നമ്മളിവിടെ ഇല കുറവാണ് കേട്ടോ, ഇലയില്ല. വാഴ കുറവാണ്, വാഴയില്ല. അപ്പം ഇല കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പം പുറത്ത് പോയപ്പം ഒരു നേന്ത്രവായിൻ്റെ ചെറിയൊരു കഷ്ണം
പുഴു മൊത്തം പുഴുന്നിട്ടാണ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു ചെറിയൊരു കഷ്ണം ഇങ്ങനെ ഒരു കഷ്ണമേ കിട്ടിയിട്ടുണ്ടായിട്ടും. അപ്പോൾ അത് അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അത് കിട്ടിയതിനെ കൊണ്ട് കാര്യമില്ലല്ലോ, അപ്പോൾ അത് അങ്ങനെ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഇതാ ഞാൻ ഇങ്ങനെ നമുക്ക് ചുടുമ്പോൾ എളുപ്പമായി ഇനി ചെയ്യും കേട്ടോ. നമ്മൾ ഇതാ പത്തിലിൻ്റെ പ്രസ് എടുത്തിട്ട് ഇതാ പത്തിലിൻ്റെ കൊട്ടയില്ലേ, പത്തിലൂടാൻ വെച്ച് ഇങ്ങനെ കൊട്ട എടുത്തിട്ട് ഇതിൽ അമർത്തിയിട്ട് ഇതാ ഇങ്ങനെ നമുക്ക് ചുടുമ്പോൾ വേഗം എളുപ്പത്തിൽ ചുടാനും കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഇങ്ങനെ പരത്തിയിട്ട് പിന്നെ അതിൽ പണ്ടും വെച്ചിട്ട് ഇതേപോലെ ഒന്ന് മടക്കി കൊടുത്താൽ ഇതാ നല്ല വൃത്തി തന്നെ അടൻ്റെ ഷേപ്പിൽ തന്നെ കിട്ടും കേട്ടോ. അപ്പോൾ ഇലയൊന്നും ഇല്ലാത്ത ആൾക്ക് ഇങ്ങനെയെല്ലാം ചെയ്താൽ നല്ല ഉപകാരപ്പെടും കേട്ടോ. അപ്പോൾ ഇലയിലായിട്ട് ഇലയുടെ ചുടാതിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് ഇലയുടെ ചുട്ടെടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഓരോന്നായിട്ട് ഇങ്ങനെ ചുട്ടെടുക്കുന്നുണ്ട്. നമുക്ക് രാത്രിയിലെ പണിയും പിന്നെ വൈകുന്നേരത്തെ ചായൻ്റെ പണിയെല്ലാം നമുക്ക് വേഗം തീർത്തെടുത്താൽ നമുക്ക് രാത്രി നല്ലോണം ടൈം കിട്ടും കേട്ടോ. അപ്പോൾ ഞാനിങ്ങനെ പിന്നെ ഏകദേശം ഇങ്ങനെ രാത്രിയിലത്തെ പണിയെല്ലാം എടുക്കുമ്പോൾ പിന്നെ വൈകുന്നേരത്തെ ചായൻ്റെ പണിയെല്ലാം എടുക്കുമ്പോൾ ഇങ്ങനെ നേരത്തെ ഏകദേശം ഒരു 3 മണിയാകുമ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വരും. പിന്നെ ആ അടുക്കളയിലത്തെ ചായ കൂടിയും അതും കഴിഞ്ഞ് പിന്നെ അടുക്കളയിലത്തെ പണിയും എടുത്ത് രാത്രിയിലത്തെ ഫുഡ് ഉണ്ടാക്കുന്ന പണിയും എടുത്തിട്ടേ പിന്നെ ഞാൻ കിച്ചണിൽ നിന്ന് മാറില്ല കേട്ടോ. പിന്നെ കിച്ചണിലേക്ക് അങ്ങനെ വരേണ്ട ആവശ്യം വരലില്ല. ഇങ്ങനെയെല്ലാം പിന്നെ ഇതെല്ലാം നല്ലൊരു പിന്നെ നമുക്ക് നല്ലൊരു സന്തോഷം കിട്ടുന്ന ഒരു ഇതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുമ്പോൾ നേരത്തെ പണികളെല്ലാം തീരുമ്പോൾ നമുക്ക് എത്രയും സമയം ടൈം ലാഭിക്കാം, നല്ല റിലാക്സ് ആവുകയും ചെയ്യാം. മക്കളൊക്കെ നല്ലോണം ടൈമെല്ലാം ലാഭിക്കാം കേട്ടോ. അപ്പം ഞാനിങ്ങനെ ബേക്കറി ഐറ്റംസ് എല്ലാം വാങ്ങിക്കൽ കുറവാണ്. പിന്നെ നമുക്കിങ്ങനെ മക്കൾക്കെല്ലാം ഇങ്ങനെ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളെല്ലാം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർ ആ സന്തോഷമെല്ലാം കാണുമ്പോൾ നമ്മളെക്കൊണ്ട് കഴിയുന്നത് നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിക്കാം കേട്ടോ. അപ്പം ബേക്കറി പുറത്തുനിന്ന് വാങ്ങിച്ച് ഇങ്ങനെ കൊടുക്കുന്നതിനെക്കാട്ടി നല്ലതല്ല ഇങ്ങനെയെല്ലാം ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നത്. അപ്പം പിന്നെ അപ്പോൾ ഇതാ ഞാൻ ഇലയുടെ വെച്ചിട്ടുണ്ടതിന്. അപ്പോൾ ഇതായിട്ടുണ്ട് കേട്ടോ. ഇനി തന്നെ നല്ല ആവി വരുന്നുണ്ടതിന്. അപ്പോൾ തണിഞ്ഞതിന് ശേഷം ഞാനിതെടുത്ത് മാറ്റി വെച്ചിട്ട് കേട്ടോ. അപ്പോൾ മക്കളെല്ലാം സ്കൂൾ പൂട്ടിയിട്ടല്ലേ ഉണ്ടാവില്ല. അപ്പം ഓണത്തിൻ്റെ ഇതും നബിദിനത്തിൻ്റെ തിരക്കും എല്ലാം ആയിരിക്കും അല്ലേ. അപ്പം പിന്നെ മക്കൾക്കെല്ലാം ഭയങ്കര ടയേർഡും അങ്ങനെയെല്ലാം ആയിരിക്കില്ല. കുട്ടികളെല്ലാം ഇപ്പം പിന്നെ പഠിക്കുന്നതും അങ്ങനെയെല്ലാം ആയിട്ട് ഒന്നാമത് നമ്മൾ വെയിലത്ത് കളിക്കലും കുട്ടികൾ കളിക്കാനും അങ്ങനെയെല്ലാം പോകുമ്പോൾ ഭയങ്കര ടയേർഡായിട്ടെല്ലാം വരുമ്പോൾ വൈകുന്നേരം പിന്നെ ഇങ്ങനത്തെ എല്ലാം ഐറ്റംസ് എല്ലാം ഉണ്ടാക്കി കൊടുത്താൽ അവർ കഴിച്ചോളൂ കേട്ടോ. അപ്പം ഹെൽത്തിയാണ്, നമുക്ക് പുറത്തുനിന്ന് ഇങ്ങനെ വാങ്ങിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ എൻ്റെ ഇലയുടെ എല്ലാം ഇടായിട്ടുണ്ട്. ഞാനിനി മക്കൾക്ക് ചായ കൊടുക്കട്ടെ. അപ്പോൾ നമ്മളെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഇലയുടെ ആക്കാത്തവർ ഒന്ന് ആക്കി നോക്കാം. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ അടുക്കളയിലേക്ക് വീണ്ടും വന്നിട്ടുണ്ട്. അപ്പം ഇതാ കടലക്കറിയാണ് കേട്ടോ രാത്രി ആക്കുന്ന. ഒരു വെറൈറ്റി ആയിട്ട് ഒരു കടലക്കറി ആക്കാൻ വിചാരിച്ച്. അപ്പം ഇതാ ഞാൻ സാധാരണ പിന്നെ ഉണ്ടാക്കുന്നതിലും പിന്നെ കുറച്ച് വ്യത്യസ്തമായിട്ടാണ് എന്നിട്ട് ഇന്ന് ഉണ്ടാക്കിയത്. അപ്പം ആദ്യം തന്നെ ഞാനിതാ കടല നേരത്തെ തന്നെ കുതിർത്തി വെച്ചിട്ടുണ്ട് രാവിലെ തന്നെ. അപ്പോൾ അതെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇത് ഞാൻ രാവിലത്തേക്കും കൂടി ആക്കുന്നതാണ് കേട്ടോ. രാവിലെ പുട്ട് ഇടാൻ വിചാരിച്ചിട്ടുണ്ടായിന്. അപ്പോൾ രാത്രി ആക്കിയാൽ രാവിലെയും പുട്ടിന് കടലക്കറിയും വെക്കാൻ വിചാരിച്ച്. അപ്പോൾ ഉച്ചക്ക് കുറച്ച് മീനിൻ്റെ കറിയും ഉണ്ടായിന്. അപ്പോൾ മക്കൾ മീനൊന്നും കൂട്ടൂലല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ കടലക്കറി വെക്കാൻ വിചാരിച്ച്. അപ്പോൾ കടല ഇതിലത്തെ കൂട്ടിയൊന്നുമില്ല കേട്ടോ. കടലിൻ്റെ പിന്നെ ചാറ് മാത്രം എടുത്തിട്ട് കൂട്ടിയുള്ളൂ. അപ്പോൾ ഇതാ ഞാൻ ഒരു സവാളയും ഒരു തക്കാളിയും കാന്താരി മുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് വേവിക്കാൻ വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് ഞാൻ ലാസ്റ്റ് ഇടയില്ല, ഉപ്പ് ആദ്യം ഞാൻ ഇടയില്ല കേട്ടോ. അപ്പോൾ അതൊന്നാവട്ടെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ രാത്രി ഇങ്ങനെ വെച്ചാലല്ലേ രാവിലെ എല്ലാം പണികൾ എളുപ്പമാക്കാം കേട്ടോ. ഇങ്ങനെ രാത്രി ഇങ്ങനെ കടലക്കറിയെല്ലാം വെച്ചാൽ ഉച്ചക്ക് പിന്നെ എന്തെങ്കിലും കറി ഉണ്ടാവില്ല. അപ്പം രാവിലെ അങ്ങനെ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. വേറെ കറി വെക്കാൻ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. അപ്പോൾ കടലക്കറിക്ക് ഞാൻ കുറച്ച് തേങ്ങ ഞാൻ വറുത്തരക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതിന് ഞാൻ കുറച്ച് അരമുറിയൊന്നുമില്ല കേട്ടോ. കുറച്ച് അരമുറിയിൽ കുറച്ച് കുറവായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയൊന്ന് ഞാൻ വറുത്തെടുക്കുന്നുണ്ട്. കുറച്ചേ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ, നല്ലോണം ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. രാവിലത്തേക്ക് ഈ കടലക്കറിയും പിന്നെ ചോന്നരിൻ്റെ പുട്ട് ആക്കാൻ വിചാരിച്ചേട്ടാ. പിന്നെ
അപ്പോൾ ഇതാ ഞാൻ കുറച്ച് ഇങ്ങനെ തേങ്ങ വറുത്ത് വന്നാൽ ഞാനിതാ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല, മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ തേങ്ങ വറുക്കുമ്പോൾ മുളക് പൊടി ആയിക്കോട്ടെ മല്ലിപ്പൊടി ആയിക്കോട്ടെ, സാമ്പാറിൽ നമ്മൾ ഇങ്ങനെ സാമ്പാറെല്ലാം കറി വെക്കുമ്പോൾ ഇങ്ങനെയെല്ലാം ചേർത്ത് കൊടുത്താൽ, ഈ വറുക്കുമ്പോൾ തന്നെ ഇങ്ങനെ ചേർത്ത് കൊടുത്താൽ കുറച്ച് തേങ്ങ വറുത്തതിന് ശേഷം ഇതേപോലെ പൊടികൾ ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ലാസ്റ്റ് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ട് കേട്ടോ കുരുമുളക് പൊടി. അപ്പം പിന്നെ ഞാൻ ഇതിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഇതാ ഈ വറുക്കുമ്പോൾ നല്ലൊരു മണവും കിട്ടും, ആ പൊടികളെല്ലാം വറുത്തിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നല്ലൊരു കളറും ആയിരിക്കും കേട്ടോ. കടലക്കറിക്കെല്ലാം നമ്മളെ കറിയെല്ലാം ഉണ്ടാകുമ്പോൾ നല്ലൊരു കളറായിരിക്കും. നമ്മൾ ഏത് കറി വെക്കുമ്പോൾ ഇതേപോലെ വറുത്തിട്ട് നമ്മൾ ചേർത്ത് കൊടുത്താൽ നല്ലൊരു ടേസ്റ്റും, കറിക്കും നല്ല ടേസ്റ്റും കൂടും, നല്ലൊരു കളറും കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരണം കേട്ടോ. അപ്പോൾ അത് ഞാൻ അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നൂൽപുട്ട് ചുടേണ്ട പണിയില്ല കേട്ടോ. അപ്പോൾ നൂൽപുട്ടും ചുട്ട് കടല വെന്ത് കഴിഞ്ഞാൽ അതൊന്ന് അതിലൊഴിച്ച് ഇതാക്കേണ്ട പണിയായാലും. അപ്പം നമ്മൾ കറി വെക്കുമ്പോൾ നേരത്തെ എല്ലാം സെറ്റാക്കി വെച്ചാൽ നമുക്ക് വലിയ ബുദ്ധിമുട്ട് കാണൂല കേട്ടോ. അപ്പോൾ നൂൽപുട്ട് ചൂടാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ പാത്രമെല്ലാം സെറ്റാക്കി വെക്കുന്നുണ്ട്. എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ നൂൽപുട്ട്. അവർക്ക് ഇങ്ങനെ പിന്നെ എത്ര കൂട്ടം നമ്മൾ ഇപ്പോൾ രാവിലെ ആക്കി കൊടുത്താലും പിന്നെ രാത്രിയും അതേ സാധനം തന്നെ ഈ നൂൽപുട്ടാക്കി കൊടുത്താലും അവർ കഴിക്കോട്ടെ. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്കിങ്ങനെ പിന്നെ അവർ പറയും ഇത് നൂഡിൽസിനെ പോലെയാണ് അങ്ങനെയെല്ലാം പറഞ്ഞിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകിച്ച് എൻ്റെ നടുക്കത്തെ മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം വേറെ എന്തെങ്കിലും നമ്മൾ ഇങ്ങനെ ആക്കിയത് തന്നെ പിന്നെയും പിന്നെ ഇപ്പോൾ പത്തിലായിക്കോട്ടെ, നമ്മൾ ഒരു ദിവസം ആക്കിയത് പിറ്റേന്നും ആ പത്തിൽ തന്നെ രാവിലെ നമ്മൾ ആക്കി കൊടുത്താൽ പറയും ഇന്നും പത്തിൽ തന്നെയാണ് പിന്നെ അല്ലെങ്കിൽ ഇന്നും ദോശ തന്നെയോ എന്നാണ് കേട്ടോ അവർ ചോദിക്കൽ. പക്ഷേ ഈ നൂൽപുട്ട് എത്ര നമ്മൾ പിന്നെയും പിറ്റേന്ന് ആക്കി കൊടുത്താൽ ചോദിക്കില്ല കേട്ടോ അവർ. അപ്പം പിന്നെ ഇത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക്. അപ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട സാധനം ഞാൻ ആക്കി കൊടുക്കാൻ വിചാരിച്ച്. മക്കൾക്കും ഇഷ്ടമാണ്, ഉമ്മാക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു ഐറ്റം. ഇത് അവർ മെയിനായിട്ട് തിന്നൽ തേങ്ങാപ്പാലും പിന്നെ തേങ്ങാപ്പാലിൽ പഞ്ചസാര ഇട്ടിട്ട് പിന്നെ ഇതിലൊഴിച്ചിട്ടാണ് കേട്ടോ അവർ തിന്നൽ. അങ്ങനെ തിന്നുമ്പോൾ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ തിന്നുമ്പോൾ. അപ്പോൾ ഇതാണ് ഞാൻ ഓരോന്ന് മുമ്പൊക്കെ നമ്മൾ പിന്നെ തറവാട്ടിലെല്ലാം ഉണ്ടാകുമ്പോൾ പിന്നെ ഇങ്ങനെയല്ല കേട്ടോ നൂൽപുട്ടാക്കൽ. പിന്നെ ഇല വെച്ചിട്ട് ഇലൻ്റെ റൗണ്ടിൽ മൊത്തം നല്ലോണം ആക്കിയിട്ട് അങ്ങനെയാണ് കേട്ടോ വലിയൊരു ഇടിയപ്പം ആക്കിയിട്ടാണ് വെക്കല കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇഡലി പാത്രത്തിലാക്കാനും അങ്ങനെയെല്ലാം ഇങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ. അപ്പോൾ മുമ്പൊക്കെ അങ്ങനെ പണ്ടത്തെ ആൾക്കാരെല്ലാം അങ്ങനെ ആയിരിക്കില്ലാക്കൽ. ഇപ്പോൾ ഒരു കണ്ടുപിടിച്ച ഒരു ഇതാണല്ലേ നമ്മൾ ഇഡലി പാത്രത്തിലാക്കലെല്ലാം. എനിക്കെല്ലാം ഇങ്ങനെ പിന്നെ മുമ്പൊന്നും അറിയുന്നുണ്ടായിട്ട് കേട്ടോ. മുമ്പ് തറവാട്ടിലെല്ലാം ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ഇലയിൽ തന്നെ വെച്ചിട്ട് ആക്കിയിട്ട് വലിയൊരു ഇടിയപ്പം ആക്കിയിട്ടാണ് കേട്ടോ തരൽ. അപ്പം ഓരോന്ന് കാലം മാറുന്നോറും ഓരോരു കണ്ടുപിടുത്തമല്ലേ അല്ലേ. അപ്പോൾ പുട്ടും ഇപ്പം ഇങ്ങനെ പിന്നെ പുട്ടിൻ്റെ കുറ്റിയൊന്നും വേണ്ടല്ലോ. പിന്നെ ആവിക്ക് ഗ്ലാസ്സിൽ ഷേപ്പാക്കിയിട്ട് വെച്ചിട്ട് അങ്ങനെയെല്ലാം അല്ല ഇപ്പം പുട്ടെല്ലാം ചുടൽ. ഇപ്പം പുട്ടും കുറ്റി ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ പിന്നെ അങ്ങനെ അതിൽ ചുടാൻ ശ്രമിക്കില്ല അല്ലേ. പിന്നെ ഇഡലി പാത്രത്തിൽ ഗ്ലാസ്സിൽ ഇഷ്ടമുള്ള ഷേപ്പിൽ പിന്നെ ആക്കിയിട്ടല്ലേ ചുടുന്നത് ഇപ്പോൾ. അപ്പം ഓരോരു കാലം മാറുന്തോറും ഓരോരു കണ്ടുപിടുത്തം അല്ലേ. അപ്പം പിന്നെ ഇതാ ഞാൻ പിന്നെ ആദ്യത്തെ ആക്കിയിട്ടുണ്ടായിന്. അപ്പം ഇത് ഒരു ബുദ്ധിമുട്ടില്ലും. പിന്നെ ഇതെന്താ വെച്ചാൽ കുറച്ചേ പിടിക്കൂല കേട്ടോ. ആദ്യത്തെ ആക്കിയതിന് ശേഷം ഇതാദ്യം ഊരണം, ആദ്യം എടുക്കണം. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ് കേട്ടോ. മറ്റേ വലിയ ടൈറ്റൊന്നും ഉണ്ടാവില്ല കേട്ടോ. നല്ല ലൂസായിട്ട് തന്നെ നല്ല വൃത്തി തിരിച്ചിട്ട് വരാം കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇത് തിരിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇത് വരുന്നത് കാണാനും നല്ല രസമല്ലേ ഇത് കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ മോൻ ഇടയ്ക്ക് വന്നിട്ട് പറയും ഞാൻ തിരിക്കട്ടോ ഉമ്മ ഞാൻ ആക്കട്ടോ എന്നെല്ലാം പറഞ്ഞിട്ട് ഓനും ഇങ്ങനെ ഇടയ്ക്ക് ഇതാക്കലുണ്ട് കേട്ടോ. പക്ഷേ ഇത് ഊരലും എടുക്കലും അതൊരു പണി തന്നെയാണല്ലേ. അപ്പം പിന്നെ അതൊരു ബുദ്ധിമുട്ടുള്ള പണി തന്നെയാണ്. അപ്പോൾ ഇത് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ആവിക്ക്. ഞാൻ ആവി വന്നിട്ടുണ്ടതിന്. അപ്പോൾ ഇതൊന്ന് വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ അടുത്താകുമ്പോഴത്തേക്ക് ഇത് പാത്രം ഒഴിഞ്ഞ് കിട്ടണമല്ലോ. അപ്പം ഒരു ഇഡലി തട്ടും കൂടി ഇടട്ടെ, അതിൽ ഞാൻ ആക്കി വെക്കാൻ വിചാരിച്ച് അടുത്തതാകുമ്പോഴത്തേക്ക്. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പാത്രത്തിൽ ഈ നൂൽപുട്ടിൻ്റെ ഈ പാത്രമില്ലേ അത് നമ്മൾ ആക്കുമ്പോൾ
അതിൻ്റെ മീത്തലേക്ക് ഇങ്ങനെ പുട്ട് പോകുന്ന കേട്ടോ, നല്ലോണം പുട്ട് പോകുന്നുണ്ട്. അപ്പം പിന്നെ അതങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഇതുണ്ടെങ്കിലും ഒന്ന് പറഞ്ഞു തരണം കേട്ടോ. അപ്പം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അപ്പം ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ മീത്ത പുട്ട് പോയിട്ട് പകുതിയും ഇങ്ങനെ മീത്ത ഭാഗം നിന്നിട്ട് അത് പിന്നെ നമ്മൾ ആദ്യം എടുത്തിട്ട് ആദ്യം ഇടൽ ഒരു ഇതാണ് കേട്ടോ. ഞാൻ ഈ വീഡിയോയിൽ കണ്ടിരുന്നു പറയാൻ വേണ്ടിയിട്ട് എനിക്ക് മറന്നുപോയി കേട്ടോ. ആ ടൈമിൽ എന്തോ വർത്താനം പറയുന്നതിൽ ആയിപ്പോയി. അപ്പം പിന്നെ ഇതാ ആയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇങ്ങനെ ഈ സ്റ്റീലിൻ്റെ പിന്നെ ഇഡലി പാത്രം വാങ്ങിച്ച് പിന്നെ എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളാണ് കേട്ടോ. എന്താ വെച്ചാൽ വേഗമാവും. മറ്റേ അലുമിനിയത്തിൻ്റെ കുറച്ച് ടൈം എടുക്കുന്നില്ലേ, പിന്നെ ഇതാകുമ്പോൾ വേഗമാകുന്നു കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രത്തിൽ വേഗമാകുന്നു. അപ്പോൾ എനിക്ക് നല്ലൊരു യൂസ്ഫുള്ളായ ഒരു ഇഡലി പാത്രമാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതാ ഞാൻ ഒന്നായിട്ടുണ്ടായിന്. അപ്പോൾ അതും കൂടെ വേഗം വെച്ച് കൊടുക്കാൻ വെച്ച് വെറുതെ ഇങ്ങനെ പിന്നെ ആവി പോകുന്നതല്ലേ, അപ്പം അത് വെച്ച് കൊടുത്തിട്ട് ആ ടൈം ആവട്ടെ, അപ്പോഴത്തേക്ക് ഇത് പിന്നെ എടുത്തു വെക്കാൻ വിചാരിച്ചു. ഞാൻ ചൂടാറാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ. എന്താ വെച്ചാൽ അടുത്തത് ഇടണ്ടേ. അപ്പം ചൂടാറാൻ നിന്നിട്ടുണ്ടെങ്കിൽ വെറുതെ പിന്നെ ആവിയും ഗ്യാസും അങ്ങനെയെല്ലാം പോകുമല്ലോ. അപ്പം ആ ടൈമിൽ വേഗം ഒന്ന് ആക്കിയെടുക്കാൻ വിചാരിച്ച്, ആ ഒന്നാകുന്ന ടൈമിൽ വേഗം ഒന്ന് അടുത്തതും ആക്കിയെടുക്കാൻ വിചാരിച്ചോട്ടോ. അപ്പോൾ ഇതാ നല്ല ചൂടുണ്ട് കേട്ടോ. നല്ല സോഫ്റ്റായിട്ടുള്ള ഒരു പിന്നെ നൂൽപുട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ ഈ നൂൽപുട്ട് പൊടിക്കുമ്പോൾ പച്ചരി കൂട്ടലുണ്ട്. പച്ചരി കൂട്ടിയാൽ നമുക്ക് വലിയ പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കുകയും ചെയ്യാം കേട്ടോ. ഈ പച്ചരി പൊടിച്ചിട്ട് പിന്നെ ഇങ്ങനെ ഓരോരാക്കെല്ലാം തിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം പിന്നെ ഞാനിങ്ങനെ പച്ചരി പൊടിക്കുമ്പോൾ പുഴുങ്ങലരിയിൽ പച്ചരി ഇടുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്താൽ ഇത് തിരിക്കാനൊന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല കേട്ടോ. നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഇതാ ബാക്കിയുള്ളത് ഞാനിതാ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും അതായി കിട്ടും കേട്ടോ. ഞാൻ നേരത്തെ വെച്ചിട്ട് അത് ആയി കിട്ടും. അപ്പോൾ ഇത് ആയിക്കഴിഞ്ഞാൽ എൻ്റെ കുക്കർ അപ്പുറത്തുനിന്ന് കൂക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കടലേൻ്റെ അത് ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്. കുറച്ച് സമയം ആ കുക്കറിൽ ഒന്ന് ആയി കിട്ടട്ടെ. പിന്നെ തീ ഓഫാക്കിയിട്ട് തന്നെ കുറച്ച് വിസിൽ കളയാണ്ട് ഞാൻ കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അന്നേരം കടലയെല്ലാം ആയി കിട്ടും. അപ്പോൾ ഇതാ രണ്ടാമത്തെ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതും കൂടെ ഞാനൊന്ന് വെച്ച് കൊടുക്കട്ടെ. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ കടലക്കറിയും നൂൽപുട്ടും തിന്നാൻ നല്ല കോമ്പിനേഷനാണ്. നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. രാത്രിയെല്ലാം നല്ല പാങ്ങാണ് കേട്ടോ ഇത് തിന്നാൻ വേണ്ടിയിട്ട്. ഇതിൻ്റെ കൂടെ ഒരു കട്ടൻ ചായ എല്ലാം വെച്ചിട്ട് കുടിക്കാൻ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അപ്പം ഞാനിപ്പോൾ ചായ കുടിക്കൽ കുറവാണ് കേട്ടോ. ചായ പിന്നെ എന്നോട് കുടിച്ചുകൂടാന് അലർജി ഉണ്ടായതുകൊണ്ട് ചായ കുടിച്ചുകൂടാറിന്. അപ്പം പിന്നെ ചായ ഞാൻ മാക്സിമം ഒഴിവാക്കാൻ നോക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ ഈ ചായ കുടിക്കൽ ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. അപ്പം വല്ലപ്പോഴും ഞാൻ 2 ദിവസമെല്ലാം കൂടുമ്പോൾ ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒരിക്കൽ കുടിക്കും കേട്ടോ. അപ്പം പിന്നെ മാക്സിമം ഞാൻ ഒഴിവാക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എന്നോട് അലർജി തുമ്മലിൻ്റെ അങ്ങനത്തെ അസുഖം ഉണ്ടായതുകൊണ്ട് ഈ ചായ ഒഴിവാക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കടല എല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടായിന്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതാ കടലക്കറി നല്ല തിക്കായി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ കടല ഞാൻ എന്താക്കുന്നു, പിന്നെ ഞാൻ തേങ്ങ നേരത്തെ അരച്ചിട്ടുണ്ടായിട്ടാ എനിക്ക് ഓർമ്മയുണ്ടായിട്ടാ പറയാം. അതിലേക്കിത് പിന്നെ കടല ഇട്ട് കൊടുത്തിട്ട് ഇതാ കുറച്ച് ചിക്കൻ മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു മണത്തിന് കടലക്കറി നല്ല മസാലേൻ്റെ മണം കിട്ടുമല്ലോ. അപ്പോൾ ചിക്കൻ മസാലയോ മീറ്റ് മസാലയോ ഗരം മസാലയോ അങ്ങനെയായിട്ട് എന്തെങ്കിലും മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കാൻ പാടില്ല. ഈ 3 ഐറ്റംസിൽ ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നാൽ കടലക്കറി നല്ലൊരു ആ ബീഫ് പിന്നെ നമ്മളെ കറി മസാലേൻ്റെ ഒരു കറിൻ്റെ മണം വരും കേട്ടോ. അപ്പോൾ അതും ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരണം കേട്ടോ. അപ്പം കടലക്കറി ഒരു ഇങ്ങനെ ലൂസായിട്ട് അല്ലാണ്ട് നല്ല തിക്കായിട്ട് തന്നെ കിട്ടും കേട്ടോ. നല്ല കൊഴുത്ത കറി തന്നെ ആവും. അപ്പോൾ അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കടല ജസ്റ്റ് ഒന്ന് അരച്ചിട്ട്. അപ്പോൾ മക്കളെല്ലാം ഇങ്ങനെ കടലയൊന്നും കൂട്ടാത്ത മക്കളെല്ലാം ഉണ്ടാവില്ല. അപ്പോൾ എൻ്റെ മക്കളെല്ലാം കടല വേറെ വെച്ചിട്ട് പിന്നെ അതിൻ്റെ ചാറ് മാത്രം കൂട്ടുന്നവരാണ്. അപ്പം ഇങ്ങനെ കടലയെല്ലാം അരച്ചിട്ട് കൂട്ടിയാൽ അവർക്ക് അത് വയറിലേക്ക് പോവുകയും ചെയ്യും, പിന്നെ അവർ അകത്താവുകയും ചെയ്യും, പിന്നെ പ്രശ്നമില്ലല്ലോ, കടലയായിട്ട് തിന്നുന്നുമില്ലല്ല. പിന്നെ അങ്ങനെയെല്ലാം ഇല്ല അവർക്ക് ഇത് നല്ലതാണ് കേട്ടോ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ അരപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ അരപ്പ് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്.
എനിക്ക് ഇങ്ങനത്തെ കളർ കറി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മുളക് കൂട്ടിയിട്ടുള്ള കറീനെ അങ്ങോട്ട് ഇങ്ങനെയുള്ള കറിയാണ് നല്ല രസമാണ് കേട്ടോ. അപ്പം ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടില്ലേ നമുക്ക് ഇങ്ങനത്തെ എല്ലാം കറി. അപ്പം പിന്നെ കുരുമുളകെല്ലാം ഇട്ടിട്ട് നല്ലൊരു മണം തന്നെയുണ്ട് കേട്ടോ ഈ കറിക്ക്. അപ്പോൾ അതൊന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ആ സമയത്ത് എനിക്ക് പാത്രം കഴുകാനുണ്ടായിന്. അപ്പോൾ ഈ ഇഡലി പാത്രം അത്യാവശ്യം നല്ലോണം തന്നെ ഉണ്ടായിന് കേട്ടോ. അപ്പം അതൊന്ന് വേഗം ഒന്ന് കഴുകിയെടുക്കട്ടെ. അപ്പോൾ ഞാനിതാ പാത്രം കഴുകുന്നത് വെച്ചാൽ വേഗം നമുക്കിപ്പോൾ ഒരുപാട് പാത്രങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമുക്ക് കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. ആദ്യം നമ്മൾ സോപ്പ് അരച്ച് വെക്കുക. പാത്രങ്ങൾക്കെല്ലാം സോപ്പ് അരച്ചിട്ട് പിന്നെ കൗണ്ടർ ടോപ്പിൽ ആ സൈഡ് ഭാഗത്തും ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം പിന്നെ ആ കൗണ്ടർ ടോപ്പ് ആ ബേസെല്ലാം ഒന്ന് വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ എല്ലാം സോപ്പ് അരച്ചിട്ട് തുടച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് തന്നെ ആ പാത്രം ഇട്ടിട്ട് വീണ്ടും കഴുകാട്ടോ. അപ്പം പിന്നെ വേഗം പാത്രങ്ങൾ കഴുകി കിട്ടും കേട്ടോ. ഒരുപാട് പാത്രങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ലേ. ഒന്ന് സോപ്പ് അരച്ച് പിന്നെയും കഴുകി അതെല്ലാം ആകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെ കഴുകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ആ കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കിയിട്ട് ഇങ്ങനെ കഴുകിയിട്ട് അവിടെ വെച്ച് കൊടുത്താൽ അപ്പോൾ ഓരോ പാത്രത്തിൽ ഇങ്ങനെ വെള്ളം പോകുമ്പോൾ മറ്റേ പാത്രത്തിലാകുമ്പോൾ ആ സോപ്പെല്ലാം വേഗം പോയി കിട്ടും കേട്ടോ. അധികം നമുക്ക് കൈ കൊണ്ട് അങ്ങനെ വരക്കേണ്ട ആവശ്യമില്ല. വേഗം പിന്നെ പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുക കേട്ടോ. വേഗം ക്ലീനാവുകയും ചെയ്യും. അപ്പം അധികം വഴുവഴുപ്പോ അങ്ങനത്തെ ഒന്നും ഉണ്ടാവുകയും ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയെല്ലാം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ബേസിൽ തുപ്പാൻ പാടില്ല കേട്ടോ. ആ ബേസിൽ തുപ്പുന്നത് ഒഴിവാക്കണം. അപ്പോൾ കടലക്കറി ആ സമയത്ത് എൻ്റെ പാത്രമെല്ലാം കഴുകി വെച്ചിട്ടുണ്ട്. അതിന് ആ സമയത്തേക്ക് കടലക്കറിയെല്ലാം നല്ലോണം പിന്നെ കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നല്ല മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ. ആ മസാലേൻ്റെ ആ ചിക്കൻ മസാല ഇട്ടതിൻ്റെ ആ മണമെല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും ഞാൻ കാച്ചി വയ്ക്കട്ടെ കേട്ടോ. അപ്പോൾ കാച്ചി വയ്ക്കാൻ ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിന്. അപ്പോൾ പിന്നെ ഇതിലേക്ക് ഞാൻ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് കടുക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കടുക് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലോണം വീണ് പോയിട്ടുണ്ടായിന്. അപ്പോൾ കുഴപ്പമില്ല. കടുക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കടലക്കറിയിലെല്ലാം കടുക് കാച്ചുമ്പോൾ നല്ല ഇഷ്ടമാണ്. നല്ലൊരു മണവും കിട്ടും. അപ്പം കടുക് ഇട്ടതിന് ശേഷം കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ടായിന്. അപ്പോൾ ഈ കടലക്കറിയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നല്ല മണമൊക്കെ വരുന്നുണ്ട്. നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാത്തവർ ഒന്ന് ഈ കടലക്കറി ഇങ്ങനെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം കടലക്കറിയിലെല്ലാം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഇങ്ങനെ വെക്കാനെല്ലാം ആഗ്രഹിക്കുന്ന ആൾ ഇങ്ങനെ വെക്കാം കേട്ടോ. ഓരോരാൾ ഓരോരോ ടൈപ്പിലായിരിക്കുമല്ലോ ഇങ്ങനെയെല്ലാം കറി വെക്കൽ. അപ്പം ഞാനിങ്ങനെയാണ് കേട്ടോ വെക്കൽ. ഇങ്ങനെയും വെക്കും, പിന്നെ മുളക് പൊടി ചേർത്തിട്ടും വെക്കാറുണ്ട്. പക്ഷേ ഇത് നല്ല ഒരു മുളക് പൊടി ചേർക്കുന്നതിനെക്കാട്ടി കൂടുതൽ ടേസ്റ്റ് ഇങ്ങനെ വെക്കും എന്നൊക്കെ കടലക്കറിക്കാണ് കേട്ടോ. നമുക്ക് ആ ഹോട്ടലിലത്തെ ടേസ്റ്റ് തന്നെ ആ കടലക്കറിക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. ഹോട്ടലിൽ നിന്നെല്ലാം ഇതേപോലത്തെ കടലക്കറി കിട്ടുന്നുണ്ട്. അപ്പം ആ ഒരു ടേസ്റ്റ് തന്നെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ രാത്രിത്തെ ഫുഡെല്ലാം ഉണ്ടാക്കി കൗണ്ടർ ടോപ്പെല്ലാം ഒന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞാൽ പിന്നെ കിച്ചണത്തെ പണി അങ്ങോട്ട് ഒഴിഞ്ഞു കിട്ടി കേട്ടോ. പിന്നെ ഫുഡ് കഴിക്കുമ്പോൾ ഇതേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ടൈമും നല്ലോണം ലാഭിക്കാം കേട്ടോ. പിന്നെ ഇങ്ങനെ ആക്കുമ്പോൾ അപ്പോൾ ഞാൻ ഗ്യാസെല്ലാം ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗ്യാസ് ഞാൻ ആദ്യം ഇങ്ങനെ ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് പിന്നെ സോപ്പ് അരച്ചിട്ട് പിന്നെ അങ്ങനെ എന്നിട്ട് ഒരു കോട്ടൺ തുണി നാലിൻ്റെ കോട്ടൺ തുണിയോട് അരച്ചെടുക്കും കേട്ടോ. പിന്നെ എന്നിട്ട് പിന്നെ വീണ്ടും പിന്നെ ആദ്യം തുടച്ചെടുക്കും. അപ്പോൾ ഞാനിവിടെ കൗണ്ടർ ടോപ്പിലൊന്ന് ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ കിച്ചണത്തെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കിച്ചണെല്ലാം ക്ലീൻ ആക്കി വന്നിട്ടുണ്ട്. അപ്പോൾ രാത്രി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പിന്നെ നേരത്തെ ഉണ്ടാക്കിയ കടലക്കറിയും പിന്നെ നൂൽപുട്ടും പിന്നെ അങ്ങനെയെല്ലാം കൊണ്ടുവച്ചിട്ടുണ്ടായിന്. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം പിന്നെ കുറച്ച് നേരത്തെ തന്നെ നമ്മൾ ഫുഡ് കഴിക്കലുണ്ട് കേട്ടോ. അപ്പോൾ മക്കൾക്കെല്ലാം ഇങ്ങനെ ഭയങ്കര ടയേർഡാണ്. അപ്പം അവർ വേഗം നേരത്തെ ഉറങ്ങും. അപ്പോൾ അവരുടെ കൂടെ തന്നെ നമ്മൾ ഇരുന്നിട്ട് കഴിക്കും കേട്ടോ. അപ്പോൾ ഇക്കാവും രാത്രി വന്നാൽ പിന്നെ വേഗം വന്നാൽ പിന്നെ ഫുഡ് കഴിക്കും. അപ്പം അവരെല്ലാം നല്ല ടയേർഡായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ അന്നേരം തന്നെ ഞാനും ഒപ്പരയിരുന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ ഞാൻ നല്ല ഇടിയപ്പം എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ ഇടിയപ്പം പിന്നെ നമ്മളെ കടലക്കറി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്നില്ലേ അതേ ടേസ്റ്റിലുള്ള കടലക്കറിയാണ് കേട്ടോ. എനിക്ക് അതിനങ്ങാട്ടി മുമ്പന്തിയിൽ തന്നെ ടേസ്റ്റ് നിൽക്കും. അപ്പോൾ കടലക്കറി ഇതേപോലെ വെക്കാത്തവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം.
ഇടിയപ്പത്തിനും പുട്ടിനും ചപ്പാത്തിക്കും എല്ലാത്തിനും നല്ല കോമ്പിനേഷനാണ് കേട്ടോ ഈ കടലക്കറി. അപ്പം ഇങ്ങനെ കറി വെച്ചിട്ട് പിന്നെ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് കറി വെച്ചിട്ട് പിന്നെ എന്തായാലും എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റൊന്നും ചെയ്യാൻ മറന്നേക്കല്ലേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.